എൻ്റെ മക്കൾക്ക് കാരുണ്യം നൽകാൻ എനിക്ക് കഴിയുമെന്ന് പറയാൻ സാധ്യമല്ല. മക്കൾക്ക് വേണ്ടി എൻ്റെ ഇഷ്ടങ്ങളെ ബലികഴിക്കാൻ ഞാൻ തയ്യാറാണെങ്കിൽ, മക്കളുടെ നന്മയ്ക്ക് വേണ്ടി എൻ്റെ ആവശ്യങ്ങളെയല്ല എൻ്റെ ഇഷ്ടങ്ങളെ മാറ്റിവെക്കാൻ ഞാൻ തയ്യാറാകുമെങ്കിൽ, എങ്കിൽ മാത്രമേ ഇസ്ലാമിക് പാരൻറ്റിങ്ങോ പഠിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കാര്യമുള്ളൂ. എപ്പോഴാണ് നമ്മൾ കുട്ടികളെ വളർത്താൻ തുടങ്ങുക? അത് ചോദ്യത്തിന് ഉത്തരം വ്യത്യസ്തങ്ങളാകാം. പക്ഷേ ആ ഉത്തരം നമ്മൾ കാണാൻ ശ്രമിക്കുമ്പോൾ നമ്മളറിയേണ്ടത്, ഞാനിപ്പോൾ സംസാരിച്ചത് കുട്ടികളുടെ സ്വഭാവ രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ്, പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ടാണ്. കുഞ്ഞിനെ വളർത്താൻ വേണ്ടി മാതാക്കൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങുക എപ്പോൾ മുതലാണ്? കുഞ്ഞ് വയറ്റിൽ ഉരുവപ്പെടാൻ ആരംഭിച്ചു എന്നറിയുന്നത് മുതൽക്കാണ്. കുട്ടിയുടെ വ്യക്തിത്വം വളർത്താൻ വേണ്ടി എപ്പോൾ മുതൽ ആരംഭിക്കണം മാതാക്കൾ അല്ലെങ്കിൽ പിതാക്കൾ പ്രവർത്തനം എന്ന ചോദ്യത്തിന് ഉത്തരം കാണാൻ, കുഞ്ഞിൻ്റെ ശരീരത്തെ പോലെ തന്നെ തലച്ചോറും എപ്പോൾ വളരാൻ തുടങ്ങുന്നു എന്ന മറുചോദ്യത്തിന് ഉത്തരം കണ്ടെത്തലാണ്. കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെ പ്രാഗ്രൂപമായ ന്യൂറൽ ട്യൂബ് 13ാമത്തെ ആഴ്ച രൂപമെടുക്കാൻ തുടങ്ങുന്നു. 13ാമത്തെ ആഴ്ച. കുട്ടിക്ക് സ്പർശം, ടച്ച് എന്ന വികാരം അനുഭവിക്കാൻ തുടങ്ങുന്നു 16ാമത്തെ ആഴ്ച മുതൽ. കുട്ടി അതിന് സ്വാദുമുകളങ്ങളും അതേപോലെ തന്നെ ഗന്ധമുകളങ്ങളും 20ാമത്തെ ആഴ്ചക്കുള്ളിൽ തന്നെ രൂപപ്പെടാൻ ആരംഭിക്കുന്നു. കുട്ടി കേൾക്കാൻ തുടങ്ങുന്നത്, കേൾവിക്ക് ആവശ്യമായ സംവിധാനങ്ങളെല്ലാം രൂപീകരിക്കപ്പെടുന്നത് 24ാമത്തെ ആഴ്ചയാണ്. കാഴ്ചക്കാവശ്യമായ സംവിധാനങ്ങളെല്ലാം പൂർണ്ണമായും രൂപീകരിക്കപ്പെടുക 26ാമത്തെ ആഴ്ചയാണ്. കാഴ്ച 26ാമത്തെ അവസാനമായി ഉണ്ടാകുന്ന അവയവമായതുപോലെ തന്നെ അവസാനമായി ഉണ്ടാകുന്ന ഇന്ദ്രിയമായതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ അത് ഫങ്ഷൻ ആരംഭിക്കുന്നതും ഏകദേശം അവസാനം തന്നെയാണ്. സ്വാദ് മുകുളങ്ങൾ 20ാമത്തെ ആഴ്ചക്ക് മുമ്പ് തന്നെ രൂപപ്പെടുമെങ്കിലും കുഞ്ഞ് ഗർഭാശയത്തിൽ വെച്ച് സ്വാദ് അനുഭവിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ വായിലൂടെ ഒന്നും തന്നെ ഉള്ളിലേക്ക് പോകുന്നില്ല എന്നതുകൊണ്ട്. സ്വാദ് കുട്ടി അനുഭവിക്കാൻ തുടങ്ങുന്നത് അമ്മയുടെ പാൽ നുകരാൻ ആരംഭിക്കുന്നത് മുതൽക്കാണ്. അതേപോലെ തന്നെ ഗന്ധവും ഏകദേശം ഈ സമയത്ത് രൂപപ്പെടുമെങ്കിലും ഗർഭാശയത്തിനകത്ത് മണക്കാനൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ കുഞ്ഞ് മണക്കാൻ ആരംഭിക്കുന്നതും ഭൂമിയിൽ വന്നതിന് ശേഷമാണ്. എന്നാൽ സ്പർശം കുഞ്ഞനുഭവിക്കാൻ തുടങ്ങുന്നു ഗർഭാശയത്തിൽ വെച്ച്. മാതാക്കളുടെയും പിതാക്കളുടെയും സ്നേഹത്തോടു കൂടിയുള്ള തലയോടലുകൾ ഗർഭാശയത്തിനകത്ത് വെച്ച് തന്നെ കുഞ്ഞിൻ്റെ വൈകാരികമായ നന്മക്ക് ഉപയുക്തമാണ് എന്ന് നാഡീശാസ്ത്രജ്ഞന്മാർ 24ാമത്തെ ആഴ്ച മുതൽ കേൾക്കാൻ തുടങ്ങുന്നു കുഞ്ഞെന്താണ് കേൾക്കുക? കുഞ്ഞ് കേൾക്കുക മാതാക്കൾ എന്തൊക്കെ കേൾക്കുമോ അതൊക്കെയാണ്. 26ാമത്തെ ആഴ്ച കാഴ്ച രൂപപ്പെടുമെങ്കിലും കുഞ്ഞ് ജനിച്ചാൽ ഉടനെ കുഞ്ഞിന് കാണുക വളരെ നിഴലുകൾ മാത്രമാണ്. അതങ്ങനെ വികസിച്ച് വന്ന് കണ്ണ് നമ്മൾ കാണുന്ന രൂപത്തിലുള്ള ലോകക്കാഴ്ച കുഞ്ഞ് ആരംഭിക്കുമ്പോഴേക്ക് ഏകദേശം 6 മാസമെടുക്കും. എന്നാൽ കേൾവി ഗർഭാശയത്തിൽ വെച്ച് തുടങ്ങുന്നു. ഗർഭാശയത്തിൽ വെച്ച് കുഞ്ഞ് കേൾക്കാൻ തുടങ്ങുന്നു.
പാരന്റിങ്ങിൻ്റെ ഒന്നാമത്തെ പാഠം, ഈ സമയത്ത് കുഞ്ഞ് കേൾക്കരുത് എന്നാഗ്രഹിക്കുന്നത് ഒന്നും തന്നെ മാതാക്കൾ കേൾക്കരുത് എന്ന പാഠമാണ്. ഈ സമയത്ത് കുഞ്ഞ് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തും മാതാക്കൾക്ക് കേൾക്കാമെന്ന പാഠവുമാണ്. ഈ സമയത്ത് കുഞ്ഞിൻ്റെ തലച്ചോറിൽ രേഖപ്പെടുത്തപ്പെടുന്ന സംഗതി എന്താണെങ്കിലും അത് നിങ്ങൾക്ക് ഒരിക്കലും മായ്ക്കാൻ കഴിയില്ല. ഉണങ്ങാത്ത സിമെന്റിൽ എഴുതിയതുപോലെ എന്നാണ് നാഡീശാസ്ത്രജ്ഞന്മാർ അതിനെക്കുറിച്ച് പറയുക. ഉണങ്ങാത്ത സിമെന്റിൽ എഴുതിയാൽ അത് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മായ്ക്കാൻ കഴിയുമോ? മായ്ക്കണമെങ്കിൽ വേറെ സിമെന്റ് ഇടണം. പിന്നെ എന്താ ചെയ്യുക? സിമെന്റിൽ അങ്ങനെ എഴുതി വെച്ചത് പിന്നെ നമ്മൾ ചെയ്യുക, മായ്ക്കാൻ പറ്റൂലെങ്കിൽ പിന്നെ അതിനനുസരിച്ച് ഡിസൈൻ അവിടെയും ഇവിടെയെല്ലാം കൊടുത്ത് അതൊരു ഡിസൈനാക്കി മാറ്റാൻ ചിലപ്പോൾ കഴിഞ്ഞേക്കും. പക്ഷേ മായ്ക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. 24ാമത്തെ ആഴ്ച മുതൽ മാതാവിൻ്റെ ഗർഭാശയത്തിൽ കിടന്ന് കുട്ടി കേൾക്കുന്നത് കുട്ടിക്ക് അപകടകരമായ കാര്യങ്ങളാണെങ്കിൽ അറിയുക, നിങ്ങൾ ഒന്നാമതായി കുട്ടിയോട് ചെയ്യുന്ന ക്രൂരത അവിടെ നിന്നാണ്. ആ അപകടകരമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെയാണോ നിങ്ങളുടെ കുട്ടി ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതൊന്നും തന്നെ നിങ്ങളുടെ ശ്രാവ്യ മണ്ഡലത്തിൽ ആ സമയത്ത് കടന്നു വന്നുകൂടാ. നിങ്ങൾ നല്ല മ്യൂസിക്കും ഡാൻസുമാണ് ആ സമയത്ത് കാണുന്നതെങ്കിൽ ഡ്രം അടിക്കാനുള്ള 2 ചട്ടകങ്ങളുമായിട്ടായിരിക്കും കുട്ടി പുറത്തേക്ക് വരുന്നത് തന്നെ. നിങ്ങൾ കാണുന്ന മ്യൂസിക്കിൻ്റെ ഒപ്പമുള്ള ആട്ടങ്ങൾ അത് കുട്ടി ഭാവിയിൽ ആടണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലെ കണ്ടുകൊള്ളുക എന്നാണ് പാരന്റിങ് രംഗത്തുള്ളവർക്ക് പറയാനുള്ളത്. നിങ്ങൾ ആക്ഷൻ ത്രില്ലറുകളുടെ ഒച്ചപ്പാടുകളും വെടിവെപ്പുമെല്ലാമാണ് ഈ സമയത്ത് കേൾക്കുന്നത് എങ്കിൽ കുട്ടി പുറത്തേക്ക് വരുന്നത് തന്നെ ചിലപ്പോൾ ഒരു AK-47 മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും. ചിലപ്പോൾ വെക്കുക വെടി ആദ്യം പിതാവിൻ്റെ നേർക്കായിരിക്കും, അല്ലെങ്കിൽ മാതാവിൻ്റെ നേർക്ക് തന്നെയായിരിക്കും. അത് വെടിയുടെ രൂപത്തിലായിക്കൊള്ളണമെന്നില്ല. ഇവിടെയാണ് നമ്മൾ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന പ്രാർത്ഥന പ്രസക്തമാകുന്നത്. മക്കളോട് കാരുണ്യം കാണിക്കാൻ, മക്കളെ തോന്നിവാസികളാക്കാതിരിക്കാൻ, മക്കളെ അധാർമികതരാക്കി മാറ്റാതിരിക്കാൻ നാം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ട ചിട്ടകളും ചിട്ടവട്ടങ്ങളും നമ്മൾ തിരിച്ചറിയേണ്ടത്. ജനിച്ചു കുഞ്ഞ്, ഇനിയോ ആദ്യത്തെ 6 മാസക്കാലം റാപ്പിഡ് ഗ്രോത്താണ് എന്നാണ് പറയുക. അതിശീഘ്രമായ വളർച്ചയാണ് തലച്ചോറിലെ സിനാപ്സുകൾക്ക്. ഈ 6 മാസക്കാലം കുഞ്ഞിനൊരു വിവരവുമില്ല, കുഞ്ഞിനൊരറിവുമില്ല എന്നാണ് നമ്മൾ കരുതുക. എന്നാൽ കുഞ്ഞ് കേൾവിയിലൂടെയും സ്പർശത്തിലൂടെയും സ്വാദിലൂടെയും കാഴ്ചയിലൂടെയും എല്ലാം തന്നെ കുഞ്ഞ് ലോകത്തെ അതിശീഘ്രം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിശീഘ്രം, അതിപെട്ടെന്ന്, വളരെ പെട്ടെന്ന് പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ എന്താണോ അവൻ അനുഭവിക്കാൻ കൊടുക്കുന്നത് അതനുസരിച്ചാണ് അവൻ്റെ വ്യക്തിത്വം രൂപപ്പെടുന്നത്. പിന്നെയുള്ള 6 മാസത്തിന് ശേഷമുള്ള 2.5 വർഷവും ഞാൻ നേരത്തെ പറഞ്ഞു 3 വയസ്സ് വരെയുള്ള സമയം, കുഞ്ഞു മാതാവിൻ്റെ മടിത്തട്ടിൽ വളരുന്ന സമയമാണ് 3 വയസ്സ് വരെയുള്ള സമയം. മാതാവിനും പിതാവിനുമല്ലാതെ കുട്ടിയുടെ ജീവിതത്തിൽ മറ്റാർക്കും തന്നെ യാതൊരു രൂപത്തിലുമുള്ള ഇൻവോൾവ്മെൻ്റ് ഇല്ലാത്ത സമയം. ഈ സമയത്ത് നമ്മൾ സ്കൂളിലേക്ക് 3 വയസ്സ് പടിഞ്ഞ് കുട്ടിയെ പറഞ്ഞയക്കുമ്പോഴേക്ക് കുട്ടിയുടെ തലച്ചോറിൻ്റെ വളർച്ചയുടെ ഒരു പ്രാഥമികമായ പ്രധാനപ്പെട്ട ഘട്ടം കഴിഞ്ഞു. ഏകദേശം 1280 ഗ്രാം
വളർച്ചയെത്തിയ തലച്ചോറുമായിട്ടാണ് കുട്ടിയെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്നത്. അപ്പോഴേക്ക് കുട്ടിയുടെ വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ അവൻ പഠിച്ചു കഴിഞ്ഞു. ആ പാഠങ്ങൾ നിങ്ങളിൽ നിന്നാണോ കുട്ടി പഠിക്കുന്നത്, അതല്ല നിങ്ങളുണ്ടാക്കുന്ന ചുറ്റുപാടുകളിൽ നിന്നാണോ എന്നതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. നിങ്ങളിൽ നിന്ന് കുട്ടി സംസ്കാരം പഠിക്കണം, നമ്മളിൽ നിന്ന് കുട്ടി ധാർമ്മികത പഠിക്കണം, നമ്മളിൽ നിന്ന് കുട്ടി ബന്ധങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണം, നമ്മളിൽ നിന്ന് കുട്ടി സമൂഹത്തെ അറിയണം, നമ്മുടെ സ്പർശത്തിൽ നിന്ന് കുട്ടി സ്നേഹമെന്താണ് എന്ന് തിരിച്ചറിയണം, നമ്മുടെ കൊഞ്ചിക്കലുകളിൽ നിന്ന് കുട്ടി ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കണം, നമ്മളുടെ പെരുമാറ്റത്തിൽ നിന്ന് കുട്ടി എങ്ങനെ പെരുമാറണമെന്ന് തിരിച്ചറിയണം. എന്നാൽ കുട്ടി അങ്ങനെയാണോ ഇന്ന്? കുട്ടിക്ക് തിരിച്ചറിവുണ്ടാകുന്നത് നമ്മളിൽ നിന്നല്ല, മറിച്ച് നമ്മുടെ സ്വീകരണ മുറിയിലെ വിഡ്ഢിപ്പെട്ടിയിൽ നിന്നാണ്. അവിടെ മുതൽ തുടങ്ങുന്നു